ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് റീഡിങ് എന്താ വരുന്നത് നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ ഓക്കെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നത്തെ ദിവസം ലെറ്റ്സ് സീ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ നടക്കാനാണ് സാധ്യത? ഓക്കെ, ആദ്യം തന്നെ ടെമ്പറൻസ് ആണ്. ഓക്കെ, ഹോപ്പ് കാർഡ് ചിലത് കാണിക്കാൻ പാടില്ല. ഓക്കെ, കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻ ആണ്, അതുകൊണ്ടാണ്. ടെമ്പറൻസ്, നൈറ്റ് ഓഫ് സോഡ്സ്. ഓക്കെ, ജഡ്ജ്മെന്റ്. ടെമ്പറൻസും ജഡ്ജ്മെന്റും നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് ഓ മൈ ഗോഡ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാർഡ് മീനിങ് 3 കാർഡ് കാണിക്കുന്നത് ഒരേ മീനിങ് ആണ്. ഓക്കെ, മീൻസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇല്ല എന്നല്ല. ബട്ട് ഓവറോൾ പറയുമ്പോൾ 3 കാർഡ് കാണിക്കുന്നത് ടെമ്പറൻസ്, ജസ്റ്റിസ്, ജഡ്ജ്മെന്റ്, 3ഉം പറയുന്നത്. ആൻഡ് ഇതും ആക്ച്വലി 3 അല്ല 4 കാർഡ്, 6 ഓഫ് പെന്റിക്കിൾസ്. എവിടെയോ നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് ഓക്കെ ശരിക്കും ലൈക്ക് ഞാൻ ഷോക്ക്ഡ് ആണ്. ലൈക്ക് 4 കാർഡ് ഒരേ മീനിങ്. ലൈക്ക് എന്ത് സിറ്റുവേഷൻ ആണ് ഇവിടെ? ഞാൻ അതാണ് ആലോചിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ? നിങ്ങൾക്ക് ആരോ ന്യായം തരാൻ വരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ന്യായം തരാൻ ആരോ വരുന്നുണ്ട്. അതിപ്പോൾ ലൈക്ക് യൂണിവേഴ്സിന് കിട്ടുന്ന ന്യായമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് ചെയ്യുന്ന ജസ്റ്റിസ് ആയിരിക്കും. ബാലൻസ് വരുന്നു, കോംപ്രമൈസ് വരുന്നു, നിങ്ങളുടെ ലൈഫിലേക്കൊരു നിങ്ങൾ ബാലൻസിലേക്ക് വരുന്നു. നിങ്ങൾ തന്നെ അവനവനെ ഒരു ലൈക്ക് നമ്മൾ പറയില്ലേ, എല്ലാത്തിനും ഒരു മോഡറേഷൻ വെക്കാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ഇമോഷണൽ കൂടുതലാവാതെ, കൂടുതൽ പ്രാക്ടിക്കൽ ആവാതെ, ആ രീതിക്കൊരു നമ്മളിങ്ങനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അവനവനെ നിങ്ങൾ ബാലൻസ്, നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ന്യായമാണ് ജഡ്ജ്മെന്റ്. ഈ കാർഡ് ഞാൻ ഇവിടുന്ന് മാറ്റുകയാണ്. സോ എനിക്ക് ഇവിടെ ബാക്കി ഇന്നലെ ഒന്ന് ഇതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിവിടെ ടെമ്പറൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ്, 6 ഓഫ് പെന്റിക്കിൾസ്, ജസ്റ്റിസ്. വാവ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് ഇത് റിലേഷൻഷിപ്പായിട്ട് ആണ് എനിക്ക് കാണുന്നത് കൂടുതലും. ഇന്നത്തെ വന്നത് അങ്ങനെയാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഒരു ബാലൻസ് ഇല്ലാത്ത തരത്തിൽ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ലൈക്ക് അങ്ങോട്ട് മാത്രം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിന് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടാനുള്ള ഒരു ന്യായമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്, ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ജസ്റ്റിസ് കൊണ്ടുവരുന്നതാണ്. ഇവിടെയും ബാലൻസ് ആണ്. ഇതും നമ്മൾ തുലാസ് നമ്മൾ ഒരേപോലെ ആവാം അല്ലെ. ഇവിടെയും അത് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് ഒരുപാട് ഓക്കെ പോട്ടെ, റിലേഷൻ ആവണമെന്നില്ല. എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും, ഫാമിലിയിലായാലും, ഫാമിലിക്ക് വേണ്ടിയിട്ട്, വൈഫിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, ജോലി സ്ഥലത്ത് നിങ്ങൾ ജോലിയിൽ അങ്ങോട്ട് എഫേർട്ട് നല്ലോണം ഇട്ടിട്ടുണ്ട്, എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ നിങ്ങൾ എന്തൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ, ഓക്കെ, അതെല്ലാം ഐ തിങ്ക് ഒരു ബാലൻസിലായിരുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ഗിവർ ആയിരിക്കും നിങ്ങൾ. ഓക്കെ, ആ ഒരു ഗിവിങ് എനർജി ആയിരിക്കാം നിങ്ങളുടെ, അതുകൊണ്ടാണ്. ബട്ട് ഇപ്പോൾ ഓക്കെ, ഐ തിങ്ക് മേ ബി നിങ്ങൾ അവനവനെ ഒന്ന് കൺട്രോൾ ടെമ്പറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ടെമ്പറൻസ് കാർഡ് കാണിക്കാൻ പറ്റില്ല. ടെമ്പറൻസ് പറയുമ്പോൾ നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസിലേക്ക് ആക്കാൻ തുടങ്ങി. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ബാലൻസിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് കിട്ടാത്ത ഇടങ്ങളിൽ നിന്നും മേ ബി നിങ്ങൾ ഒരു ഫുള്ളായിട്ട് മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ നേച്ചർ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യാനും തയ്യാറായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അല്ലേ, നമുക്ക് ഇങ്ങോട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥിതികൾ വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളൊന്ന് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആവശ്യത്തിന് ചെയ്താൽ മതി എന്ന് നിങ്ങൾ തീരുമാനിച്ച് കാണാം. അപ്പോഴാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ന്യായം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ബാലൻസ് നിങ്ങളുടെ ഭാഗത്തേക്ക്. ഓക്കെ, പോട്ടെ, നിങ്ങളുടെ ഭാഗത്തേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഈക്വൽ ആക്കൂ ഇനി ദൈവം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തേക്കും, അതായത് നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒരേപോലെ തന്നെ ഒരേ അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള തരത്തിൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ വാവ്, 4 കാർഡ് സിമിലർ എനർജി എന്ന് പറയുമ്പോൾ അത്രയും ഹൈ എനർജിയാണ്. ആൻഡ്
അതിൽ 3 ശരിക്കും മേജർ അർക്കാനിയുമാണ്. സോ മേജർ ഈവന്റ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. ശരിക്കും അത് ലൈക്ക് ഒരു സഡൻ ആയിരിക്കും, സഡൻലി നടക്കുന്ന കാര്യമായിരിക്കാം, ഒരു മാറ്റം സംഭവിക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ. ഓക്കെ, നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഐ തിങ്ക് ആ ഒരു ഹോപ്പ് വിട്ടു. ഓക്കെ, നിങ്ങൾ ഹോപ്പ് വിട്ടു ദാറ്റ് ഓക്കെ ഇനി എനിക്കൊന്നും പ്രതീക്ഷയില്ല, എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾ വിട്ട് കാണാം. അപ്പോഴാണ് ഐ തിങ്ക് യൂണിവേഴ്സ് കയ്യിലെടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. വളരെ സ്ട്രോങ് എനർജിയാണ്, വളരെ 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 സ്ട്രോങ് എനർജിയാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും ലൈക്ക് നിങ്ങൾ വിശ്വസിക്കൂ. ഓക്കെ, നിങ്ങൾ ഈ ശരിക്കും ഈ ഒരു കാർഡ് നിങ്ങൾ വിശ്വസിച്ചു കൊടുക്കാൻ 4 കാർഡ്സാണ് നമുക്ക് ഒരേപോലെ എനർജി കിട്ടിയത്. 9 ഓഫ് കപ്സ്. നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഓക്കെ, നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവും, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇവിടെ 9 ഓഫ് സോർട്സ് 9 ഓഫ് കപ്സ് ആണ്, 9 ആണ്. സോ എൻഡിങ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻസ് വറീസ് എൻഡ് ആവാൻ പോകുന്നു, നിങ്ങളുടെ വിഷമങ്ങൾ എൻഡ് ആവാൻ പോകുന്നു, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇതുവരെ വേദനിപ്പിച്ചത് ആ കാര്യങ്ങൾ എൻഡ് ആവാൻ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞ ന്യായം വരുന്നു. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് നടത്തി തരാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇനി നടക്കും. പക്ഷെ അതിന് യെസ്, നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു മാറ്റമാണ് ഏറ്റവും മെയിൻ. ടെമ്പറൻസ് വന്നതാണ് ഏറ്റവും മെയിൻ. ഓക്കെ, നിങ്ങൾ ഒരു തീരുമാനം എടുത്തു ദാറ്റ് ഇനി ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് ഓക്കെ മനസ്സിലാക്കി ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് എന്താണോ അവിടെ കുറവ് അത് നിങ്ങൾ ചോദിച്ച് കാണാം. അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ഐ തിങ്ക് ആ ഒരു ന്യായം യൂണിവേഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി എത്ര കാലമാണ് ഞാനിങ്ങനെ അങ്ങോട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ യൂണിവേഴ്സായിട്ട് 9 ഓഫ് സോർഡ്സ് ആൻഡ് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് വല്ലാതെ നിങ്ങളെ ഉറക്കം കളഞ്ഞ കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് മാറ്റം വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരികയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുകയാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഏത് സ്ഥലത്താണോ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളെ മനസ്സിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്ന് യൂണിവേഴ്സ് നിറയ്ക്കും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. വെരി 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 പോസിറ്റീവ്. ഒരു ലാസ്റ്റ് കാർഡ് എടുത്തായിരുന്നു. യൂണിവേഴ്സിന്റെ മെസ്സേജ് 2 points. ഓക്കെ, സ്റ്റക്കായ സിറ്റുവേഷൻ, മജീഷ്യൻ. ഓക്കെ, ഇതിവിടെ തീരുമാനം ഐ തിങ്ക് നിങ്ങളെടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളാണ് ഇപ്പോൾ പാത്തിച്ചു. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടെമ്പറൻസ് പറയുമ്പോഴും നമ്മൾ 2 കാര്യങ്ങൾ പറയും, 2 സിറ്റുവേഷൻ, 2 കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ ഒരു ബാലൻസ് വരാൻ ഐ തിങ്ക് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കണം. ഓക്കെ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം. കാരണം ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് വേണ്ട സന്തോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 2 ഇതുണ്ട്, വഴിയുണ്ട്. ഒരു വഴി ലേശം ഡാർക്കാണ്, ഒരു വഴി ലേശം ലൈറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ എങ്ങോട്ട് പോകാനാണ്, നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ് തീരുമാനം വിട്ടു തരുന്ന യൂണിവേഴ്സ്. സോ ജഡ്ജ്മെന്റ്, യെസ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഐ തിങ്ക് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ശരികൾ ഉള്ളത് കൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ന്യായം തരുന്നത്. ഓക്കെ, വെരി 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 പോസിറ്റീവ്. നിങ്ങളത് നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓവർ ഗിവർ ആണ്, ഒരുപാട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്യരുത് എന്നല്ല, പക്ഷെ അതിൻ്റെ ലിമിറ്റ് വെക്കാൻ നിങ്ങൾ പഠിക്കുക, ആദ്യത്തെ കാര്യം. ഓക്കെ, വാവ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് അഡ്വൈസസ് കൂടി എടുത്തേക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ഐ തിങ്ക് ഇന്നലെ വന്നത്. ഓക്കെ, ദ വേൾഡ് അവേറ്റ്സ് യു. യെസ്, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. സ്ലേ ദം ഓൾ. ഇവിടെ സൺ ഉണ്ട്, കാണിക്കാതിരിക്കാം. പെയിന്റ് ദ സൺ ബാക്ക് ഇൻ ടു യുവർ സ്കൈ. 2 കാർഡ് കൊടുത്ത്. Protest, start a revolution. Confidence, it comes with time and practice. Okay, and throne, your potential is endless. Okay, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സോ അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആദ്യം നിങ്ങൾ അതിൽ തിരിച്ചറിഞ്ഞ് ഇവിടെ പറയുന്നത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ വർദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ സൺ ഉണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾ തന്നെ ആ ഒരു ആക്ച്വലി ഇത് 2 കാര്യം മോർണിംഗും സണ്ണുമായിട്ട് ഇവിടെ ഉണ്ട്. സോ എവിടെയോ നിങ്ങൾക്ക് 1 ഉണ്ട്. സോ മേ ബി ഒരു നാളെ തന്നെ വാവ്, എനിക്കതെന്തോ വളരെ സ്ട്രോങ് ഫീലിംഗ് തോന്നി. നാളെ തന്നെ പ്രോബ്ലി നിങ്ങൾക്ക് ഈ ഒരു മാറ്റം കാണാൻ സാധിക്കുമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്നായിരിക്കും. ഓക്കെ, ഇതൊരു ലൈക്ക് ആ ഒരു മാറ്റം നിങ്ങൾ ഫീൽ ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഫീൽ ചെയ്യും. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും, ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ സപ്പോസ് ഡാർക്ക് ആണെന്ന് വിചാരിക്കുക, ഒന്നും വെളിച്ചമില്ലാത്ത പോലെ തോന്നുന്നു, സന്തോഷമില്ലാത്ത, നിങ്ങൾ തന്നെ കളർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ അവിടെ സണ്ണിനെ വരയ്ക്കുക. എന്ന് വെച്ചാൽ സന്തോഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്താം. ഓക്കെ, വേറെ ആരെയും വെയിറ്റ് ചെയ്യണ്ട, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആരെയും വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഇതിലും ഒരു സണ്ണിൻ്റെ ഒരു എനർജിയാണ്. എനിക്ക് എവിടെയും സണ്ണാണ്, ഇതിലും സണ്ണാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഇതുവരെ കോൺഫിഡൻസ് തോന്നിക്കാണില്ല, ഞാൻ വർത്താണോ, എനിക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾ സംശയിച്ച് കാണും. ബട്ട് ആ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, അതിലും സണ്ണുണ്ട്, എല്ലാത്തിലും സണ്ണാണ്. വെരി ഗുഡ്.
ഇതിലില്ല. ഓക്കെ. ഡ്രാഗൺ സ്ലേ ദ മോൾ. നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഉള്ളിലെ പേടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ എന്താണോ നിങ്ങളുടെ തടസ്സം നിൽക്കുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷത്തിന് എന്താണോ തടസ്സം നിൽക്കുന്നത്, അതിനെയൊക്കെ വെട്ടിമാറ്റാം. ഓക്കെ, വെട്ടിമാറ്റി നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. യെസ്, പ്രൊട്ടസ്റ്റ് ആൻഡ് സ്റ്റാൻഡപ്പ് ഫോർ യെസ്, രണ്ടും ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ നല്ല എന്താ പറയുക സ്റ്റാൻഡ് എടുക്കാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ആക്ച്വലി ഇത് ഒരു തരത്തിൽ ഇത് കണ്ടോ, ഒരു നമ്മൾ കോട്ടയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, കോട്ടയുടെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെയോ മുമ്പിൽ പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ന്യായമായി നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ആൻഡ് അത് വരും, നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. നോ യുവർ വാല്യൂ. ഓക്കെ, നോ യുവർ പൊട്ടൻഷ്യൽ. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് അത് ന്യായം തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. പക്ഷെ അതിന് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴേ ന്യായം തരുള്ളൂ, അല്ലേ? അപ്പോഴേ ന്യായം കിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.